ഗുഡ് മോർണിംഗ് ഓൾ. ഞാൻ രാമകൃഷ്ണൻ TB MD ആൻഡ് CEO ഓഫ് ഷെയർവെൽത്ത് സെക്യൂരിറ്റീസ് ലിമിറ്റഡ് ആണ്. ഒപ്പം സെബി രജിസ്റ്റേർഡ് റിസർച്ച് അനലിസ്റ്റ് കൂടിയാണ്. ഈ ഓഡിയോ കേട്ടതിന് ശേഷം ഡിസ്ക്ലെയിമർ കൂടി വായിച്ച് നോക്കണമെന്ന് താല്പര്യപ്പെടുന്നു. ഇന്ന് നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്നത് സ്ലൈറ്റ്ലി ബെറ്റർ ഓപ്പണിംഗ് അല്ലെങ്കിൽ ഫ്ലാറ്റ് ഓപ്പണിംഗ് ആണ്. ഏഷ്യൻ മാർക്കറ്റ് സിറ്റുവേഷൻ പോസിറ്റീവ് ആണ്. അമേരിക്കയിൽ ഇന്നലെ സ്ലൈറ്റ്ലി വീക്കായിട്ടാണ് മാർക്കറ്റുകൾ ക്ലോസ് ചെയ്തിട്ടുള്ളത്. പൊതുവേ അതൊരു പ്രോഫിറ്റ് ബുക്കിംഗ് ആയിട്ട് മാത്രമേ കാണാൻ സാധിക്കുള്ളൂ. പക്ഷേ S&P 500 വിക്സ് നോക്കുകയാണെങ്കിൽ 15.42 ഉയർന്നിരിക്കുകയാണ്. കഴിഞ്ഞ ക്ലോസിങ്ങിൽ അത് 14.24 ആയിരുന്നു. ഇത് ഇൻഡിക്കേറ്റ് ചെയ്യുന്ന ഒരു വൊളാട്ടിലിറ്റിനെ തന്നെയാണ്. ടെക്നോളജി ഷെയറുകളിലാണ് വലിയ രീതിയിലുള്ള വൊളാട്ടിലിറ്റി എക്സ്പെക്റ്റ് ചെയ്യുന്നത്. ഈ NVIDIA റിസൾട്ടാണെന്ന് ലോകമെമ്പാടുമുള്ള എല്ലാ ഇൻവെസ്റ്റേഴ്സും നോക്കിയിരിക്കുന്ന റിസൾട്ടാണ്. NVIDIA ജനറേറ്റീവ് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് രംഗത്ത് ഏറ്റവും കൂടുതൽ ചിപ്സെറ്റുകളും ചിപ്പുകളും സപ്ലൈ ചെയ്യുന്ന കമ്പനിയാണ്. ഇത് കഴിഞ്ഞ വർഷം വലിയ രീതിയിലുള്ള റിട്ടേൺ ആണ് ഇൻവെസ്റ്റേഴ്സിന് നേടിക്കൊടുത്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ NVIDIA സ്റ്റോക്കിൻ്റെ പെർഫോമൻസ് അല്ലെങ്കിൽ Q4 പെർഫോമൻസ് വളരെ സീരിയസ് ആയിട്ടാണ് ഇൻവെസ്റ്റേഴ്സ് നോക്കിക്കാണുന്നത്. ഇന്ന് വൈകുന്നേരം റിസൾട്ട് വരും. ഇപ്പോഴത്തെ ഇൻഡിക്കേഷൻ വലിയ രീതിയിലുള്ള വൊളാറ്റിലിറ്റി ആഫ്റ്റർ റിസൾട്ടും ഈ സ്റ്റോക്കിലുണ്ടാകുന്ന തരത്തിലുള്ള ഇൻഡിക്കേഷനാണ്. ഇന്നലെ NVIDIA 4% താഴെയാണ് ക്ലോസ് ചെയ്തിട്ടുള്ളത്. ഡൗ ജോൺസ് ഇൻഡെക്സ് 64.19 പോയിന്റ് വീക്കായിട്ടും അതുപോലെ തന്നെ S&P 500 30.06 പോയിന്റ് വീക്കായിട്ടും നാസ്ഡാക്ക് 154.87 പോയിന്റ് വീക്കായിട്ടും റസൽ 2000 29.09 പോയിന്റ് വീക്കായിട്ടാണ് ഇന്നലെ അമേരിക്കയിൽ ക്ലോസ് ചെയ്തിട്ടുള്ളത്. പൊതുവേ ഒരു സെൽ ഓഫ് അക്രോസ് ദ സെക്ടർ ഉണ്ടായിട്ടുണ്ട്. അതിൻ്റെ ഒരു പ്രോഫിറ്റ് ബുക്കിംഗ് ആണ് ഇന്നലെ അമേരിക്കയിൽ കണ്ടിട്ടുള്ളത്. യൂറോപ്യൻ മാർക്കറ്റുകൾ മെജോറിറ്റി ഇന്നലെ വീക്കായിട്ടാണ് ക്ലോസ് ചെയ്തിരുന്നത്. ഏഷ്യയിൽ നോക്കുകയാണെങ്കിൽ നിക്കൈ മാത്രം ഓൾമോസ്റ്റ് ഫ്ലാറ്റ് ക്ലോസിങ്. മറ്റെല്ലാ മാർക്കറ്റുകളും ഇന്നലെ ഏഷ്യയിൽ ബെറ്റർ ആയിട്ടാണ് ക്ലോസ് ചെയ്തിട്ട്. ഇന്ന് മോർണിംഗിൽ ചൈനീസ് മാർക്കറ്റുകൾ ബെറ്റർ ആയിട്ട് തന്നെയാണ് ട്രേഡ് ചെയ്യുന്നത്. ജാപ്പനീസ് നിക്കൈ മാത്രമാണ് സ്ലൈറ്റ്ലി വീക്കായിട്ട് ഏഷ്യയിൽ ട്രേഡ് ചെയ്യുന്നത്. ഇന്നലെ നമ്മളും നിഫ്റ്റി അഗെയിൻ പുതിയ ഓൾ ടൈം ഹൈ ഹിറ്റ് ചെയ്തിരുന്നു. ഒരുപക്ഷെ ഇന്ന് നിഫ്റ്റിയും അതുപോലെ തന്നെ സെൻസെക്സും പുതിയ റെക്കോർഡ് ഹൈ ഹിറ്റ് ചെയ്യാനുള്ള സാധ്യതകളാണ് കാണുന്നത്. അത്തരത്തിലുള്ള ഇൻഡിക്കേഷനാണ് ഇൻഡെക്സ് ബേസ്ഡ് സ്റ്റോക്കുകളിൽ നിന്ന് വന്നുകൊണ്ടിരിക്കുന്നത്. കമോഡിറ്റി നോക്കുകയാണെങ്കിൽ ഗോൾഡ് ഇന്നലെ ബെറ്റർ ആയിട്ടാണ് ക്ലോസ് ചെയ്തിട്ടുള്ളത്. 2039.1 ഡോളർ പെർ ഔൺസിനാണ് ഇന്നലെ ക്ലോസ് ചെയ്തിട്ടുള്ളത് ഏപ്രിൽ ഫ്യൂച്ചേഴ്സ്. ഇന്ന് മോർണിംഗിൽ ആ ലെവലിൽ തന്നെയാണ് ട്രേഡ് ചെയ്യുന്നത്. പക്ഷേ ബ്രന്റ് ക്രൂഡ് ഓയിൽ വീക്കായിട്ടാണ് ക്ലോസ് ചെയ്തിട്ടുള്ളത്. ഇന്ന് മോർണിംഗിലും വീക്കായിട്ട് തന്നെയാണ് ട്രേഡ് ചെയ്യുന്നത്. 82.66 ഡോളർ പെർ ബാരലിനാണ് ബ്രന്റ് ക്രൂഡ് ഓയിൽ ഫ്യൂച്ചേഴ്സ് ഏപ്രിൽ ഫ്യൂച്ചേഴ്സ് ഇന്ന് മോർണിംഗിൽ ട്രേഡ് ചെയ്യുന്നത്. മെറ്റൽ ഫ്യൂച്ചേഴ്സ് എല്ലാം തന്നെ ഇന്നലെ ബെറ്റർ ആയിരുന്നു. ഇന്ന് മോർണിംഗിലും ബെറ്റർ ആയിട്ട് തന്നെയാണ് ട്രേഡ് ചെയ്യുന്നത്. ഇനി നമ്മൾ ഓവറോൾ മറ്റു ന്യൂസ് ഫ്ലോസ് ഒക്കെ നോക്കുകയാണെങ്കിൽ അമേരിക്കയിൽ ഡൗ ജോൺസ് ഇൻഡെക്സിൽ 30 സ്റ്റോക്കുകളാണ് ഉള്ളത്. 30 സ്റ്റോക്കുകളിൽ വാൾഗ്രീൻസ് ബൂട്ട്സ് അലയൻസ് ഇൻകോർപ്പറേഷൻ എന്ന് പറഞ്ഞ കമ്പനീനെ മാറ്റി ആമസോണാണ് പുതുതായിട്ട് ഡൗ ജോൺസ് ഇൻഡെക്സിൽ വെയിറ്റേജ് ഉള്ള പുതിയ ഒരു കമ്പനിയായിട്ട് ആഡ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ വാൾമാർട്ടും അതുപോലെ തന്നെ ആമസോണിനെ പോലെ ഓൾറെഡി ഡൗ ജോൺസ് ഇൻഡെക്സിലുണ്ട്. വാൾമാർട്ടിൻ്റെ വെയിറ്റേജ് കുറയാണ്. ഒപ്പം വാൾമാർട്ടിൻ്റെ Q4 റിസൾട്ടുകൾ എക്സലൻ്റ് ആയിരുന്നു. ഗൈഡൻസും എക്സലൻ്റ് ആയിരുന്നു. അതുകൊണ്ട് തന്നെ വാൾമാർട്ട് പുതിയ റെക്കോർഡ് ഹൈ ഹിറ്റ് ചെയ്തിരിക്കുകയാണ് അമേരിക്കൻ മാർക്കറ്റിൽ. അപ്പോൾ പൊതുവേ നോക്കുകയാണെങ്കിൽ ഗ്ലോബൽ ന്യൂസ് ഫ്ലോസ് ഒക്കെ സ്ലൈറ്റ്ലി പോസിറ്റീവാണ്. പക്ഷേ വൊളാറ്റിലിറ്റിക്കുള്ള പല ഇൻഡിക്കേഷനും ഉണ്ട്. US ഫെഡിൻ്റെ അടുത്ത മീറ്റിങ്ങിൽ ഡിസിഷൻ എന്തായിരിക്കും എന്നുള്ളൊരു സസ്പീഷ്യൻ ഉണ്ട് അമേരിക്കൻ ഇൻവെസ്റ്റേഴ്സിൻ്റെ ഇടയിൽ. കാരണം ഇൻഫ്ലേഷൻ കൂടുകയാണ്. അപ്പോൾ അതിനനുസരിച്ച് US ഫെഡ് ഇൻട്രസ്റ്റ് റേറ്റ് കട്ട് ചെയ്യുന്ന നീട്ടുമോ അതേ ഫർദർ ഇൻട്രസ്റ്റ് റേറ്റ് കൂട്ടുമോ എന്ന തരത്തിലുള്ള പല ന്യൂസ് ഫ്ലോസും വന്നുകൊണ്ടിരിക്കുന്നത്. ഇത് പൊതുവെ അമേരിക്കൻ മാർക്കറ്റിൽ വൊളാറ്റിലിറ്റി ഉണ്ടാക്കാനുള്ള സാധ്യതകളുണ്ട്. അതുകൊണ്ട് തന്നെ ഒരു പക്ഷേ അത് ഗ്ലോബൽ മാർക്കറ്റുകളിലും ചെറിയ രീതിയിലുള്ള വൊളാറ്റിലിറ്റി ഒക്കെ അടുത്ത ദിവസങ്ങളിൽ ഉണ്ടാക്കാനുള്ള സാധ്യതകളാണ് കാണുന്നത്. ഇനി നമ്മളെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ ഏറ്റവും മേജറായിട്ടുള്ളൊരു പോസിറ്റീവ് ന്യൂസ് ഫ്ലോസ് വന്നിരിക്കുന്നത് ഹിൻഡാൽക്കോയ്ക്കാണ്. ഹിൻഡാൽക്കോ 2007 അക്വയർ ചെയ്ത കമ്പനിയാണ് നോവിലീസാണ് ഹിൻഡാൽക്കോൻ്റെ റവന്യൂയിലും പ്രോഫിറ്റബിലിറ്റിയിലൊക്കെ വലിയ രീതിയിൽ സ്വാധീനം ചെലുത്തുന്ന ഒരു കമ്പനി. എക്സലൻറ്റ് കമ്പനിയാണ് നോവിലീസിൻ്റെ IPOയ്ക്ക് ഫയൽ ചെയ്തിരിക്കുകയാണ്. നോവിലീസിൻ്റെ ഷെയർ ഹോൾഡർ ഉണ്ട്. AV മിനറൽസ് നെതർലൻഡ്സിലുള്ളതാണ്. ഈ AV
മിനറൽസ് എന്ന് പറയുന്നത് ഹിൻഡാൽക്കോൻ്റെ 100% സബ്സിഡിയറിയാണ്. ഇതൊരു ഓഫർ ഫോർ സെയിലിക്കോടെയാണ് IPO നടത്താൻ പോകുന്നത്. അതുകൊണ്ട് തന്നെ ഹിൻഡാൽക്കോയുടെ സബ്സിഡിയറിയാണ് മേജർ ബെനിഫിഷ്യറി. അൾട്ടിമേറ്റ്ലി ഹിൻഡാൽക്കോയ്ക്കാണ് ഇതിൻ്റെ ബെനിഫിറ്റ് കിട്ടാൻ പോകുന്നത്. നോവിലിസ് ആസ് എ കമ്പനിക്ക് ഒന്നും കിട്ടാൻ പോകുന്നില്ല. കാരണം ഓഫർ ഫോർ സെയിലാണ്. എക്സിസ്റ്റിംഗ് ഷെയർ ഹോൾഡർ, പ്രൊമോട്ടർ ഷെയർ ഹോൾഡറാണ് വിൽക്കുന്നത്. അപ്പോൾ പ്രൊമോട്ടർക്കാണ് ഇതിൻ്റെ ഫുൾ ബെനിഫിറ്റ് കിട്ടാൻ പോകുന്നത്. അപ്പോൾ ഹിൻഡാൽക്കോനെ സംബന്ധിച്ച് പോസിറ്റീവാണ്. 2007 $6 ബില്യൺ നോവിലിസിനെ ഹിൻഡാൽക്കോ ടേക്ക് ഓവർ ചെയ്ത്. $2.4 ബില്യൺ കടമടക്കമുള്ളൊരു ടേക്ക് ഓവർ ആയിരുന്നു. $44.93 പെർ ഷെയറിനാണ് ഹിൻഡാൽക്കോ എന്ന് നോവിലിസിന് ടേക്ക് ഓവർ ചെയ്തിട്ടുള്ളത്. വളരെ എക്സലൻറ്റ് കമ്പനിയാണ് നോവിലിസ്. നമ്മൾ അലുമിനിയം ക്യാൻസ്, നമ്മളിപ്പോൾ കൊക്കക്കോള അങ്ങനത്തെ കോളകൾ യൂസ് ചെയ്യുന്ന, അല്ലെങ്കിൽ ഫുഡ് ഐറ്റംസ് യൂസ് ചെയ്യുന്ന ക്യാനുകളൊക്കെ ഉണ്ടാക്കുന്ന കമ്പനിയും കൂടിയാണ് നോവിലിസ്. അപ്പോൾ ഹിൻഡാൽക്കോ ഇന്ന് നല്ല രീതിയിൽ മുന്നേറുന്നുള്ള എക്സ്പെക്റ്റേഷനാണുള്ളത് ഇന്ത്യൻ മാർക്കറ്റിലും. സി എൻ്റർടൈൻമെൻറ്റ് ലിമിറ്റഡ് അവർ പറഞ്ഞിട്ടുണ്ട് സോണിയായിട്ട് ഒരു ബാക്ക് ഡോർ ഡിസ്കഷൻ നടക്കുന്നില്ല. അപ്പോൾ ഒരു നെഗറ്റീവ് ന്യൂസ് വന്നിരിക്കുന്നത് സെബിയുടെ എൻക്വയറി 2,000 കോടിയിലധികം അക്കൗണ്ടിങ് ഫ്രോഡുകൾ എന്നുള്ള രീതിയിലാണ് വരുന്നത് സി എൻ്റർപ്രൈസസിൽ. തീർച്ചയായിട്ടും ഒരു നെഗറ്റീവ് റിയാക്ഷൻ കാണിക്കാനുള്ള ചാൻസസ് ഉണ്ട്. യൂണിയൻ ബാങ്ക് QIP അനൗൺസ് ചെയ്തിട്ടുണ്ട്. 142.78 രൂപ പെർ ഷെയറാണ് QIP പ്രൈസ് ഫിക്സ് ചെയ്തിട്ടുള്ളത്. അതുപോലെ തന്നെ ഗവൺമെൻറ് ന്യൂക്ലിയർ പവറിലേക്ക് പ്രൈവറ്റ് കമ്പനികളെ ഇൻവൈറ്റ് ചെയ്തിരിക്കുകയാണ്. പ്രത്യേകിച്ച് റിലയൻസ്, അഡാനി, വേദാന്ത, ടാറ്റ ഈ ഗ്രൂപ്പുകളെയാണ് ഇൻവൈറ്റ് ചെയ്തിരിക്കുന്നത്. ന്യൂക്ലിയർ പവർ ഉൽപ്പാദിപ്പിക്കാനാണ്. കാർബൺ ഡയോക്സൈഡ് എമിഷൻ കുറച്ച് അല്ലെങ്കിൽ ഇല്ലാതെയാക്കിയുള്ള പവർ പ്രൊഡ്യൂസ് ചെയ്യാനാണ് ഗവൺമെൻറ് പ്ലാൻ ചെയ്യുന്നത്. എല്ലാ കമ്പനികളും 44,000 കോടി രൂപ വെച്ച് ഇൻവെസ്റ്റ് ചെയ്യേണ്ടി വരും. ഓൾറെഡി ന്യൂക്ലിയർ പവർ കോർപ്പറേഷൻ ഓഫ് ഇന്ത്യയും അതുപോലെ തന്നെ റിലയൻസ്, അഡാനി പവർ, വേദാന്ത, ടാറ്റ പവറൊക്കെ ഡിസ്കഷൻ കഴിഞ്ഞിട്ടുണ്ട്. ഇത് തീർച്ചയായിട്ടും ഒരു പോസിറ്റീവ് ന്യൂസാണ്. കാരണം ഗവൺമെൻറ് ന്യൂക്ക് പവറിലേക്കും പ്രൈവറ്റ് പാർട്ടിസിപ്പേഷൻ വലിയ രീതിയിൽ ഇൻവൈറ്റ് ചെയ്യുന്നത് പൊതുവേ ഒരു പോസിറ്റീവ് ആയിട്ടുള്ള ന്യൂസാണ്. HDFC ബാങ്കിൻ്റെ MD പറഞ്ഞിരിക്കുന്നത് കോമ്പറ്റീഷൻ ഒരു പ്രശ്നമല്ല, ക്വാളിറ്റിയിലാണ് കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്, ക്വാണ്ടിറ്റിയിലല്ല. അതുകൊണ്ട് തന്നെ ലോങ് റണ്ണിൽ ബാങ്കിനെ സംബന്ധിച്ച് വളരെ പോസിറ്റീവ് ആയിരിക്കും എന്ന തരത്തിലുള്ള ഇൻഡിക്കേഷനാണ് നൽകിയിട്ടുള്ള HDFC ബാങ്കിനെ സംബന്ധിച്ച്. അതൊരു പോസിറ്റീവ് ഇമ്പാക്റ്റ് ഉണ്ടാക്കുന്ന ഒരു ന്യൂസും കൂടി തന്നെയാണ്. സ്വാൻ എനർജി നമ്മുടെ റെക്കമെൻഡഡ് സ്റ്റോക്ക് ആയിരുന്നു. നമ്മൾ 296, 297 റേഞ്ചിലൊക്കെയാണ് റെക്കമെൻഡ് ചെയ്തിരുന്നത്. ഇപ്പോൾ 700 മുകളിലാണ് ട്രേഡ് ചെയ്യുന്നത്. QIP പ്ലാൻ ചെയ്തിട്ടുണ്ട്. 703 രൂപ 29 പൈസയാണ് QIP ആയിട്ട് 4,000 കോടി അവർ റേസ് ചെയ്യുകയാണ്. റിലയൻസ് നേവൽ ഡിഫൻസ് കമ്പനി അക്വയർ ചെയ്തത് സ്വാൻ എനർജിയാണ്. റിലയൻസ് അനിൽ അംബാനി ഗ്രൂപ്പിൻ്റെ പോസിറ്റീവായിട്ടുള്ള ന്യൂസാണ്. ഓൾറെഡി നല്ല രീതിയിൽ റിട്ടേൺ ഇൻവെസ്റ്റേഴ്സിന് നൽകി കൊടുത്തിട്ടുള്ളൊരു സ്റ്റോക്ക് കൂടിയാണ്. ഇൻഡസ്ഇൻഡ് ബാങ്കിൽ ഹിന്ദുജാസ് പ്രൊമോട്ടേഴ്സിൻ്റെ സ്റ്റേക്ക് ഇപ്പോൾ 16.5% 26% ഹൈക്ക് ചെയ്യാനായിട്ട് അടുത്ത മാസം RBI പെർമിഷൻ കൊടുക്കുന്ന പറയുന്നത്. ഇൻഡസ്ഇൻഡ് ബാങ്കിനെ സംബന്ധിച്ച് സ്ലൈറ്റ്ലി പോസിറ്റീവായിട്ടുള്ള ന്യൂസാണ്. അറൗണ്ട് 11,000 കോടിയിലധികം ക്യാപിറ്റൽ ഇൻഫ്യൂഷൻ വരികയാണ് ഇൻഡസ്ഇൻഡ് ബാങ്കിലേക്ക്. അപ്പോൾ ഇൻക്രീസ്ഡ് ക്യാപിറ്റൽ അഡിക്വസി മീറ്റ് ചെയ്യാനൊക്കെ ഇത് ഹെൽപ്പ് ചെയ്യും. വളരെ പോസിറ്റീവായിട്ടുള്ള ന്യൂസാണ്. കൈനറ്റിക് എഞ്ചിനീയറിംഗ് നമ്മൾ റെക്കമെൻഡ് ചെയ്തിരുന്ന സ്റ്റോക്കാണ് ലൂണ. പഴയ ഒരു വാർഹോഴ്സാണ്, അല്ലെങ്കിൽ മോപ്പഡ് വിഭാഗത്തിൽ ഏറ്റവും കൂടുതൽ സെല്ലിംഗ് നടത്തിയിട്ടുള്ള ഒരു ചെറിയ മോപ്പഡാണ്. ഈ മോപ്പഡിൻ്റെ പുതിയ പതിപ്പ് ഈ ലൂണ, അതായത് ഇലക്ട്രിക് ലൂണ ലോഞ്ച് ചെയ്തിട്ടുണ്ട്. 69,999 രൂപയാണ് പ്രൈസ്. 110 കിലോമീറ്ററാണ് ഒറ്റ ചാർജിലുള്ള റേഞ്ച് കിട്ടുന്നത്. 2 കിലോവാട്ട് ലിഥിയം അയോൺ ബാറ്ററിയാണ്. ഇത് വലിയ എൻക്വയറീസാണ് വന്നുകൊണ്ടിരിക്കുന്നതാണ് റിപ്പോർട്ടുകൾ വരുന്നത്. അതുപോലെ തന്നെ കൈനറ്റിക് എഞ്ചിനീയറിംഗ് പുതിയ പ്രോഡക്റ്റുകളും കൂടി ലോഞ്ച് ചെയ്യുന്നതാണ് പറയുന്നത്. അപ്പോൾ പുതിയ EV പ്രോഡക്റ്റുകളും 2 വീലറൊക്കെ കൈനറ്റിക് എഞ്ചിനീയറിംഗിൽ നിന്ന് വരാനുള്ള സാധ്യതകൾ കൂടുതലാണ്. പോസിറ്റീവായിട്ടുള്ള ന്യൂസാണ് കൈനറ്റിക് എഞ്ചിനീയറിംഗ് സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ. അപ്പോൾ ഓവറോൾ നമ്മൾ ഇന്ന് വന്നിട്ടുള്ള ന്യൂസ് ഫ്ലോസ് എല്ലാം പോസിറ്റീവാണ്. പക്ഷേ മാർക്കറ്റ് പീക്കിലാണ് ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഹൈ PE റേഷ്യോ ആണ്, പ്രീമിയം PE റേഷ്യോ ആണ് ഇന്ത്യയിലുള്ളത്. ഇന്ത്യൻ മാർക്കറ്റുകൾ മറ്റു മാർക്കറ്റുകളായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ പ്രീമിയത്തിലാണ് നമ്മൾ ശരിക്കും ട്രേഡ് ചെയ്യുന്നത്. അതിൻ്റേതായൊരു ചെറിയ നെർവസ്നെസ് ഒക്കെ ഹയർ ലെവലിലൊക്കെ വരാം. മാർക്കറ്റിൽ ഹയർ ലെവലിൽ പ്രോഫിറ്റ് ബുക്കിംഗ് നടത്തുന്നത് നന്നായിരിക്കും. നല്ല പ്രോഫിറ്റബിലിറ്റി ഉള്ള സ്റ്റോക്കുകളിൽ ഹയർ ലെവലിൽ പ്രോഫിറ്റ് ബുക്കിംഗ് നടത്തുന്ന ഡിസിഷൻ ഇൻവെസ്റ്റേഴ്സിനെ വെച്ച് ആ മാർക്കറ്റിൽ വളാറ്റിലിറ്റി താഴെ വരുമ്പോൾ റീ എൻട്രി ചെയ്യാനുള്ള അവസരം നൽകുന്നുള്ളൊരു കാര്യം തീർച്ചയാണ്. ഇന്നലെ ഡെലിവറി ബേസ്ഡ് നോക്കുകയാണെങ്കിൽ ഏറ്റവും കൂടുതൽ ഇന്നലെ ട്രാൻസാക്ഷൻ ഡെലിവറി
ഡെലിവറി ലിഫ്റ്റ് ചെയ്ത് പോയിട്ടുള്ളത് ജിയോ ഫിനാൻഷ്യൽ സർവീസസിലും കൂടിയാണ്. ജിയോ ഫിനാൻഷ്യൽ സർവീസസ് അടുത്ത ദിവസങ്ങളിൽ 300 രൂപ ലെവൽ ക്രോസ് ചെയ്യാനുള്ള സാധ്യതകളാണ് കാണുന്നത്. ഏപ്രിലിൽ ഒരു പക്ഷേ അവരുടെ ഒഫീഷ്യൽ ഓപ്പറേഷൻ അനൗൺസ് എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ജിയോ ഫൈനാൻഷ്യൽ സർവീസസ് ലോങ് ടേം പോയിന്റ് ഓഫ് വ്യൂ ഇല്ലാത്ത ഇൻവെസ്റ്റേഴ്സിന് വീണ്ടും വാങ്ങി വെക്കാവുന്നതാണ്. പോസിറ്റീവ് ന്യൂസ് ഫ്ലോസ് ആണ് എക്സ്പെക്റ്റ് ചെയ്യുന്നത്. അപ്പോൾ ഓവറോൾ നമ്മൾ ഇന്നൊരു പൊതുവേ പോസിറ്റീവ് സെൻറ്റിമെൻ്റ് ആണ്. അറ്റ് ദ സെയിം ടൈം ഹയർ ലെവൽ വോളാറ്റിലിറ്റി കാണാനുള്ള ചാൻസസ് ഉണ്ട്. അപ്പോൾ വളരെ കോഷ്യസ് ആയിട്ട് മാർക്കറ്റിൽ മൂവ് ചെയ്യുക. എല്ലാവർക്കും നല്ലൊരു ട്രേഡിംഗ് ഡേ ആശംസിച്ചുകൊണ്ട് ഞാൻ ഇന്നത്തെ പ്രീ മാർക്കറ്റ് കമൻട്രിയോട് അവസാനിപ്പിക്കുകയാണ്. താങ്ക് യു.